ഇസ്തിഗാസ ചെയ്യാൻ ശിർക്കൊന്നും അല്ലെങ്കിലും കാന്തപുരം വിഭാഗത്തിന്റെ ഉള്ളിൽ ആര് വന്നു? ഇസ്തിഗാസ ശിർക്കാണ് നമ്മൾ പറയണ്ട, പക്ഷേ നമ്മൾ ചെയ്യാൻ പോണ്ട. ഇപ്പൊ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്, അവർ പറയുന്നത് ശിർക്കാന്നൊന്നും നമ്മൾ പറയണ്ട, പക്ഷേ അത് ചെയ്യാനുള്ളതല്ല, നിങ്ങൾ ചെയ്യണ്ട, എന്നാ ശിർക്കാന്ന് പറയും വേണ്ട. ഓക്കെ, അപ്പൊ തൗഹീദിൽ, ഇവരുടെ തൗഹീദിൽ വന്ന ഒന്നാമത്തൊരു സംഗതി എന്താ? ഇത്രയും കൊല്ലം, ഏകദേശം 100 കൊല്ലം ഇസ്തിഗാസക്ക് വേണ്ടി, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉരുളങ്കല്ലെടുത്തവരും അതിനുവേണ്ടി മാത്രം സംഘടന ഉണ്ടാക്കി. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. ആ ഉണ്ടാക്കിയ സമസ്തന്റെ ഉള്ളിലാണ് ഇപ്പോൾ ഒരു ടീം വന്നിട്ട് അത് ശിർക്കല്ല, പക്ഷേ നമ്മളത് ചെയ്യണ്ട. ആ കാന്തപുരത്തിന് വന്നിട്ട് ക്ലാസ് എടുത്തു കൊടുക്കേണ്ടി വന്നു എന്നാണ് അദ്ദേഹം തന്നെ പറയട്ടെ. അതാണ് വന്യരായ സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് കഴിഞ്ഞ ആഴ്ചയിൽ മർക്കസിൽ നടന്ന സഖാഫി സംഗമത്തിൽ 2 ദിവസവും ക്ലാസ് എടുത്തത് ഇസ്തിഗാസയെ സംബന്ധിച്ചാണ്. ഇസ്തിഗാസ ചെയ്യണം. ആർക്കാ ക്ലാസ് എടുക്കുന്നത്? സഖാഫികളായ ആളുകൾ. അതിൽ ഉസ്താദ് പ്രത്യേകം പറഞ്ഞു, ഇവിടെ ഒരു പ്രസ്ഥാനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ആ പ്രസ്ഥാനം ഇസ്തിഗാസ ശിർക്കൊന്നുമല്ല, എന്നാലും അത് ചെയ്യാനുള്ളതല്ല എന്ന് പറഞ്ഞതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനം ഇറങ്ങിയിട്ടുണ്ട്, ശരിയല്ല അത്. മനസ്സിലായല്ലേ? മുജാഹിദ് പ്രസ്ഥാനം തീർന്നു എന്ന് പറഞ്ഞ ആളുകളാണ്. ഇവരുടെ തൗഹീദിന്റെ അവസ്ഥയാണ് ഇപ്പോൾ. അത് ശിർക്കല്ല, പക്ഷേ നമ്മൾ ഇസ്തിഗാസ ചെയ്യാൻ പോകണ്ട, അള്ളാഹിനെ വിളിച്ചാൽ മതി എന്ന് പറയണവർ അതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ഇയാൾ പറഞ്ഞാൽ ഞങ്ങൾ എടുക്കൂല, ഞങ്ങൾക്ക് അനുബന്ധ തെളിവുകൾ കൂടി കിട്ടണം. രോഗിയായ കാന്തപുരത്തെ കൊണ്ടുവന്നത് പറയിപ്പിച്ച ഒരു വ്യക്തിൻ്റെ അഭിപ്രായമല്ല, ഒരു പ്രസ്ഥാനം അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അത് ഒന്ന് കാന്തപുരം തന്നെ പറഞ്ഞോട്ടെ. ഒരു പുതിയ പ്രസ്ഥാനം ഇപ്പം ഇടക്കിടക്ക് ഇങ്ങനെ അവിടെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്തിഗാസ ചെയ്യാൻ ശിർക്കൊന്നും അല്ലെങ്കിലും മുസ്ലിക്കൊന്നും അല്ലെങ്കിലും അങ്ങനെ ചോദിച്ചോളന്നില്ല. എത്രയാണാ ചോദിച്ചത്? ഇമാം ബൂസൂരി ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുത്താണ്. ഇമാം ബൂസൂരി ഈ കഥയൊക്കെ പറഞ്ഞു കൊടുത്താണ് നിങ്ങൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ എല്ലാ കളവിനും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഇതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ട്. ലോകത്തെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ഇതിന് മറുപടികൾ വരുന്നുണ്ട്. നിങ്ങൾ അസ്ഹറിലേക്കും പലയിടത്തേക്കും പറഞ്ഞു വിട്ട ഈ മനുഷ്യന്മാരൊക്കെ നിങ്ങളുടെ ടാവട്ടത്തിൻ്റെ പുറത്തേക്ക് ചാടിയപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് തോന്നിയതാണ്.